ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. പുതിയ സിലബസ് അനുസരിച്ച് 5ാമത്തെ ചാപ്റ്റർ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇറാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയെന്നാണ്. ആദ്യം അറിയേണ്ടത് ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അഭിന്നകങ്ങൾ. ഓക്കെ, അഭിന്നക ഗുണനമാണിത്. അഭിന്നകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. സോ ആദ്യം അഭിന്നക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുള്ള ഭിന്നകം അഭിന്നകം നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഭിന്നകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് A/B അല്ലെങ്കിൽ P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നത്. P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റണം. P യും Q എന്താണ്? രണ്ട് ഇൻറ്റീജേഴ്സ് ആവണം. ഓക്കെ, രണ്ട് ഇൻറ്റീജേഴ്സ് ആവണം. അതിൽ Q 0 ആകാൻ പാടില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ഭിന്നകം എന്ന് പറയുക. അഭിന്നകം എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റാത്തതാണ്. ഓക്കെ, എഴുതാൻ പറ്റാത്തതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ, ഈ നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ വീഡിയോ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്താണ് റാഷണൽ നമ്പർ, എന്താണ് റാഷണൽ നമ്പർ, എന്താണ് ഭിന്നകം, എന്താണ് അഭിന്നകം എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടുത്തെ ഒരു ആവശ്യത്തിന് നമ്മൾ ഇപ്പോൾ പറയുകയാണ് √2, √3 ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ എന്താണ്? അഭിന്നക സംഖ്യകളാണ്. സോ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ മൊത്തത്തിലുള്ള ക്ലാസിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽ അനാലിസിസും അതിലുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇതിലൂടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സോ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഇതുണ്ടോ, ഈ ഒരു ഫിഗർ ആണ് നമുക്ക് ആവശ്യം ഫസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. സോ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ സ്ക്വയർ നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് വേണ്ടത് എന്താണ്? വി ഹാവ് സീൻ ദിസ് പിക്ചർ സോ മെനി ടൈംസ്. നമ്മളിതൊരു കണ്ടിട്ടുണ്ടെന്നാണ്. ഇതിന്റെ പെരിമീറ്റർ ആണ് ആവശ്യം. പെരിമീറ്റർ ഓഫ് ദിസ് സ്ക്വയർ, ഇതിന്റെ ചുറ്റളവ്, ഈ സ്ക്വയറിന്റെ ചുറ്റളവ്. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണം ഉണ്ടല്ലേ, ഇത് ഈ കാണുന്ന ഒരു മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടിന്യൂസ് അഥവാ കർണമാണ് നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്. അപ്പൊ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടിയാൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. പെരിമീറ്ററിന്റെ ഇതെന്താണ്? 4A ആണ്. സോ നമുക്ക് A ആണ് ആവശ്യം. ഈ കാണുന്ന ഒരു സൈഡാണ് A അല്ലെ, ഇതിന്റെ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശമാണ് A എന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ A എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? A = √1² + 1². എന്താ കിട്ടുക? 1² + 1². √1² എന്താണ്? 1. സോ √2 എന്ന് നമുക്ക് കിട്ടും. √2 A എന്ന് പറഞ്ഞാൽ √2 മീറ്റർ ആണ്. ഓക്കെ, ഇവിടെ മീറ്ററിലാണെന്നുള്ളത് √2 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് പെരിമീറ്റർ? പെരിമീറ്റർ = 4 × √2 മീറ്റർ. 4 √2 മീറ്റർ ആണ് നമുക്കിവിടെ പെരിമീറ്റർ കിട്ടുക. ഓക്കെ, സോ 4 √2 മീറ്റർ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താം? 4 √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 √2 മീൻസ് ഈ കാണുന്ന പോലെ എന്താണ്? √2 + √2 + √2 + √2. 4 √2 ആഡ് ചെയ്യുന്നതാണ് എന്ത്? 4 √2 എന്ന് പറയാം. 4 × √2 ഈസ് ഈക്വൽ ടു √2നെ 4 ടൈംസ് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഏകദേശ വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ്. To find the fraction approximation of this number, we multiply by 4 fractions approximating √2. ഇപ്പൊ √2നെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന 4 ഫ്രാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4 √2ന്റെ ഏകദേശ വില നമുക്ക് കിട്ടും അല്ലെ. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1.4, അതായത് √2വിനടുത്തേക്കുന്ന അപ്രോക്സിമേറ്റ് വാല്യൂസ് ആയിട്ടുള്ള 1.4 എടുക്കുന്നു, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് 1.41 എടുക്കുന്നു, അതും 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്ത് 1.414 എടുക്കുന്നു, അതും 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പെരിമീറ്ററിന്റെ വാല്യൂ അപ് ടു മില്ലിമീറ്റേഴ്സ് വരെ നമുക്ക് കിട്ടും. അപ് ടു മില്ലിമീറ്റേഴ്സ്. ഓക്കെ, അപ് ടു മില്ലിമീറ്റേഴ്സ് വരെ നമുക്ക് കിട്ടും. ചെയ്തിരിക്കുന്ന 4 × 1.414 ഇല്ലേ, ആ വാല്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? 4 × 1.414 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഏകദേശ വില നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ 5.656 ആണ്. ഓക്കെ, 5.656. സോ 5.656 എന്ന് മീറ്റേഴ്സ് ആണ്. സോ മീറ്റർ അപ് ടു മില്ലിമീറ്റർ,
ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പ്ലേസ് ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പ്ലേസ് ഉണ്ട്. സോ ഇത് മില്ലിമീറ്ററിൻ്റെയാണ്. അതായത് 10⁻³ 3 ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് വന്ന് 10⁻³ ആണ്. അപ് ടു മില്ലിമീറ്റർ 655 mm. ഓക്കെ, മില്ലിമീറ്റർ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇത് നമ്മൾ 4√4ന്റെ വാല്യൂ ആണ്. സോറി 4√2ന്റെ വാല്യൂ ആണ് കേട്ടോ. 4√2ന്റെ. അപ്പോൾ √2ന്റെ ഏകദേശ വിലകളാണ് നമ്മളിപ്പോൾ കണ്ട. √2ന്റെ ഏകദേശ വിലയാണ് നമ്മളിപ്പോൾ കണ്ട എന്താണ് 1.4, 1.41, 1.414. ഓക്കെ, അപ്പോൾ √2ന്റെ മില്ലിമീറ്റർ അപ് ടു മില്ലിമീറ്റർ വരെയാണെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? 1.414 എടുക്കണം കേട്ടോ. അപ് ടു സെന്റിമീറ്റർ വരെയാണെങ്കിൽ 1.41 എടുക്കണം. അപ് ടു സെന്റിമീറ്റർ ആണെങ്കിൽ 1.41 എടുക്കണം. മില്ലിമീറ്റർ ആണെങ്കിൽ 1.414 എടുക്കണം. ഇനി ഈ √2ന്റെ ഹാഫ് എടുക്കാനോ 1/2 ഓഫ് √2 അല്ലെ, 1/2 ഓഫ് √2 എടുക്കണം. 1/2 ഓഫ് √2. സോ ഈ 1/2 ഓഫ് √2ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? നമ്മൾ ഈ √2ന്റെ വാല്യൂ നമ്മൾ ഏകദേശം വില എന്തെടുത്തു? അപ് ടു മില്ലിമീറ്റർ ആണെങ്കിൽ 1.414. ഇത് മറക്കാതെ പഠിച്ചു വെച്ചോളൂ. √2ന്റെ വാല്യൂ 1.414 എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ എന്തെടുക്കുക? പകുതി എടുക്കുക. സോ എന്ത് വരും? അത് 0.707 എന്ന് വരും. 0.707 നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്, സമഭുജ ത്രികോണങ്ങളാണ്. ഓക്കെ, ഇതൊരു സമഭുജ ത്രികോണത്തിന് രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നു. ഇവിടെ ഒരു സമഭുജ ത്രികോണത്തിന് രണ്ടായിട്ട് മുറിച്ചിരിക്കുന്നു. അപ്പൊ ഇത് 2 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ബേസ് കംപ്ലീറ്റ് എന്തായിരിക്കും? പാദവും 2 സെന്റിമീറ്റർ ആയിരിക്കും. അതിനെ 1 സെന്റിമീറ്റർ, സോറി ഇവിടെ മീറ്റർ ആണെന്നിരിക്കുന്നു, 1 മീറ്റർ 1 മീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? മുറിച്ചിരിക്കുന്നു. ഇനി ഈ ട്രയാങ്കിളിനെ ഇവിടെ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഈ ട്രയാങ്കിളിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഈ ട്രയാങ്കിളിനെ തിരിച്ച്, അപ്പോൾ ഇതിന്റെ വാല്യൂസ് എന്താ കിട്ടും? ഇവിടെ 1 മീറ്റർ അല്ലേ, ഇവിടെ 1 മീറ്റർ. അടുത്ത് ഈ നടുക്കുള്ള എന്തായിരിക്കും? നടുക്കുള്ള എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത് ഇതിനെ എടുത്ത് തിരിച്ച് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ, ഇതിനെ തിരിച്ച് ഇവിടെയും കണക്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 1 മീറ്റർ ആണ്, ഇവിടെ 1 മീറ്റർ ആണ്. ഇനി ഈ ഹൈറ്റ് എത്ര കിട്ടുക? ഇത് എത്ര കിട്ടുക? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേപോലത്തെ ട്രയാങ്കിൾസ് ആണ് അല്ലേ. സോ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ റൈറ്റ് ട്രയാങ്കിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് എന്ത് കിട്ടും? നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം അല്ലേ. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക. എന്തായിരിക്കും ഈ ഹൈറ്റിന്റെ വാല്യൂ? റൂട്ട് ഓഫ് എത്ര? ഹൈപ്പോട്ടിനസ് എത്ര? കർണം എത്ര? ഇവിടെ അല്ലേ 90 ഡിഗ്രി വരിക. ഹൈപ്പോട്ടിനസ് കർണം എത്ര വരും? കർണം എന്ന് പറയുന്നത് 2. അപ്പൊ 2² മൈനസ് 1² എന്ത് വരും? √4 മൈനസ് 1 ഈക്വൽ ടു √3 എന്ന് വരും. √3 എന്ന് വരും. ഓക്കെ, √3 ആണ് നമുക്ക് കിട്ടുക. സോ √3 മീറ്റർ. സോ ഹൈറ്റ് എന്ത് വരും? √3 മീറ്റർ എന്ന് വരും. √3 മീറ്റർ. സോ ഈ ഡയമെൻഷൻസ് നമുക്ക് കിട്ടി. എന്താണ്? 2 മീറ്റർ, √3 മീറ്റർ. കണ്ടോ? ഇതുണ്ടോ? നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്താണ്? 1 + 1 2 മീറ്റർ അല്ലേ. മൊത്തം എന്ത് കിട്ടും? 2 മീറ്റർ. ഇവിടെ √3 മീറ്റർ. ആ കണ്ടുപിടിച്ച രീതി മനസ്സിലായോ? കണ്ടോ? ഇവിടെ തന്നിരിക്കുന്നവർ 2 മീറ്റർ, √3 മീറ്റർ എന്നവർ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ √3യുടെ ഒരു ഏകദേശ വില, √3യുടെ ഒരു ഏകദേശ വില ഇതിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ √3യുടെ ഏകദേശ വില നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കണ്ടുപിടിച്ച് അതിന്റെ ഏകദേശ വില എന്ന് പറയുന്നത് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. 1.732 അപ് ടു മില്ലിമീറ്റർ ആണ് 1.732, അപ് ടു സെന്റിമീറ്റർ ആണെങ്കിൽ 1.73. ഓക്കെ, അപ്പൊ √2ന്റെ ഏകദേശ വില എന്താണ്? 1.414. √3യുടേതാണെങ്കിലോ 1.732. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ ഏകദേശ വില, ഒരു പ്രോഡക്റ്റ് എടുക്കാനാണെങ്കിൽ ഏകദേശ വില ചെയ്യാൻ എന്ത് ചെയ്യാം? നമുക്ക് 2 × 1.732 ചെയ്താൽ എന്ത് കിട്ടും? 2 × √3യുടെ വാല്യൂ, 2 × √3യുടെ ഏകദേശ വില നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അതിനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ഏകദേശ വില എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലോ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ √3 × √2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് ചെയ്താൽ മതി? √2ന്റെ വാല്യൂവും √3യുടെ വാല്യൂ മൾട്ടിപ്ലൈ, അതായത് 1.414 × 1.732. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2.449 കിട്ടും. സോ ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് √2 × √3. അപ്പൊ √2 × √3യുടെ പ്രോഡക്റ്റ് ഇതാണെങ്കിൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഈ √2 × √3 എന്ന് പറയുന്ന സാധനം നമുക്ക് ഇങ്ങനെ എഴുതാം. √2 × 3. അതായത് നമുക്ക് അറിയാന്നുള്ള കാര്യമാണ്. √a × √b എന്ന് പറഞ്ഞാൽ എന്താണ്?
റൂട്ട് എ ഇൻറ്റു ബി ആണ് കേട്ടോ. സോ അപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എ ബി, റൂട്ട് എ ബി ആണ്. സോ ഈ റൂട്ട് എ ബി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ സാധനം വെച്ച് പലതും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വാല്യൂസ് കണ്ടുപിടിക്കാം. റൂട്ട് 4 ഓക്കെ, റൂട്ട് 4 ഇൻറ്റു റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 4ന്റെ വാല്യൂ നമുക്കുണ്ട് 2, റൂട്ട് 25ന്റെ വാല്യൂ 5. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് 10 കിട്ടും അല്ലേ? ഇനി ശരിക്കും റൂട്ട് 4 ഇൻറ്റു 25 എന്താ വരിക? റൂട്ട് 100 ആണ്. റൂട്ട് 100. അപ്പോൾ റൂട്ട് 100 വരുന്ന റൂട്ട് 100ന്റെ വാല്യൂ എന്താണ്? അത് 10 അല്ലേ? 10 അല്ലേ? അതെ, അതിന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ്. അത് 1/4ന്റെ വാല്യൂ എന്താണ്? ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ എടുത്താലോ? 1/4, 1 ഇൻറ്റു 9 9, 4 ഇൻറ്റു 25 100. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കാം നമുക്ക്. അപ്പോൾ 9ന്റെ റൂട്ട് എന്താണ്? 3. 100ന്റെ റൂട്ട് എന്താണ്? 10. 3/10. നോക്കൂ, 3/10 അല്ലേ അവിടുത്തെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മൾട്ടിപ്ലൈ, റൂട്ടിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്താണ്? നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് നമ്പേഴ്സിന്റെ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം സ്ക്വയർ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് ചെയ്താൽ മതി? രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രോഡക്റ്റിന്റെ റൂട്ട് എടുത്താൽ മതിയാവും കേട്ടോ. ആ പ്രോഡക്റ്റിന്റെ റൂട്ട് എടുത്താൽ മതിയാവും. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് നമ്പേഴ്സിന്റെ റൂട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് നമ്പേഴ്സിന്റെ റൂട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് അതിന്റെ പ്രോഡക്റ്റിന്റെ റൂട്ട് എടുത്ത് എന്ത് ചെയ്യാം? എ ബി രണ്ട് പ്രോഡക്റ്റിന്റെ റൂട്ട് എടുത്താൽ മതി, നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. സോ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് വൈ ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. ഇതാണ് നമുക്ക് ആദ്യം ഇതിൽ പഠിക്കാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഈ ഒരു സെക്ഷൻ മനസ്സിലായല്ലോ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ ആദ്യം ഉണ്ടാവുക. സോ നമുക്ക് ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പിക്കിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.